4-ാമത്തെ മാസത്തിലാണ് റൂഹ് ഊതണത്. അപ്പോൾ ജീവൻ ഉണ്ടാവുള്ളൂ. 4-ാമത്തെ മാസത്തിലും ഒരു കുട്ടിക്ക് അള്ള ജീവൻ കൊടുത്തില്ലെങ്കിൽ ഒരാളെ കൊണ്ടും കൊടുക്കാൻ കഴിയൂല, ഊതിയിട്ടില്ലെങ്കിൽ അല്ലേ. ഇനി അള്ളാഹുതആല കൊടുത്ത ജീവൻ ഉണ്ടല്ലോ, അത് നിലനിർത്താൻ ആരെ കൊണ്ടും കഴിയോ? ഇന്നൊരു ആരെ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് നിശ്ചയിച്ച സമയവും മരിച്ചു പോണില്ലേ? ആരാ മരിക്കാത്ത? എത്ര വലിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കാവൽ നിന്ന് നോക്കുമ്പോഴും അവസാനം മരിച്ചു പോവാണ്. ഡോക്ടർമാർ പറയണം അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ പറയല്. അങ്ങനെയൊക്കെയാണ് പ്രയോഗങ്ങളുണ്ടായത്. അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു ആൾദൈവം പുട്ടപ്പർത്തിയിലെ ബാവ. അദ്ദേഹം പ്രവചിച്ചതിലും 10 കൊല്ലം മുമ്പ് മരിച്ചു. അറിയില്ലേ? ആളറിയില്ലേ? സായിബാബ. ഹോസ്പിറ്റലിൽ അമേരിക്കൻ ഡോക്ടർമാരുടെ സേവനം ഇങ്ങോട്ട് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ റൂമൊക്കെ. ഒക്കെ അന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് അയാൾക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അങ്ങനെ അയാൾ 83 മരിക്കും എന്ന് പറഞ്ഞ ആൾ AV തന്നെ മരിച്ചു, അല്ലെങ്കിൽ 90 മരിക്കും എന്ന് പറഞ്ഞ ആൾ 10 മുമ്പ് മരിച്ചു. അതിലേ പറയേണ്ടുള്ളൂ. അതിലാണ് സായി ഭക്ത കുടുംബം. അതിൽ നിന്ന് രാജിവെച്ച് പിന്നെ ഒരു കുടുംബം ഇസ്ലാമിലേക്ക് വന്ന കുടുംബമാണ്. നമ്മളോട് പലപ്പോഴും പറഞ്ഞ കുടുംബം. നമ്മൾ സക്കരിയ മാസ സ്കൂളുണ്ടതിന് ഒരു ടീം നേരത്തെ മരിച്ചു പോയതാണ്. അത് പറഞ്ഞപ്പോൾ മരിച്ചെങ്കിൽ അവൾക്ക് വിശ്വാസമൊന്നും പോകുമായിരുന്നില്ല. മരിക്കും. അള്ളാഹുതആല ഈ 4-ാമത്തെ മാസത്തിൽ തന്ന ജീവൻ അള്ള തന്ന ജീവനാണ്. ആ ജീവൻ അള്ളാഹുതആല എടുക്കുമ്പോൾ ഒരാളെ കൊണ്ട് ഇത് പിടിച്ചു വെക്കാനും തടുത്തു വെക്കാനും കഴിയുന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നെ ഒടുവ് നാളിൽ നിങ്ങളുടെ നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അന്ന് ആരെങ്കിലും നരകത്തെ തൊട്ട് മോക്ഷം ലഭിക്കുകയും സ്വർഗപ്രവേശവും ലഭിച്ചെങ്കിൽ അവനാണ് വിജയിച്ചവൻ. ഐഹിക വിഭവങ്ങൾ വഞ്ചനയുടേത് മാത്രമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിഡ്ഢികൾ കരുതും ഐഹിക വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വിജയമാണ്, നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ആയി എന്ന് കരുതും. അത് വിഡ്ഢികൾ കരുതുള്ളൂ. അന്ന് അവിടെ ഈ ക്ഷണികമായ നൈമിഷികമായ ജീവിതം അവസാനിപ്പിച്ച് ശാശ്വതമായ ജീവിതത്തിൽ എത്തുമ്പോൾ അവിടെ ആർക്കെങ്കിലും നരകമുക്തി ലഭിച്ചെങ്കിൽ, ആർക്കെങ്കിലും സ്വർഗപ്രവേശം ലഭിച്ചെങ്കിൽ അവർ മാത്രമാണ് വിജയികൾ. എല്ലാവരും മരിക്കും.